Loving greetings to all my viewers in the wonderful and matchless name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അജപാലന ശുശ്രൂഷയ്ക്ക് സജ്ജരാക്കുന്നു. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു എങ്ങനെയാണ് സ്നേഹത്തോടെ അടുക്കൽ വിളിച്ച് അവനെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി അജപാലന ശുശ്രൂഷയുടെ 3 നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ പരമേൽപ്പിച്ചത് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം പഠിക്കും. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് തലേ രാത്രിയിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എങ്കൽ ഇടറിപ്പോകും. കാരണം എന്നെക്കുറിച്ച് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്നതിന് നിവർത്തി വരണം. ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും. ഇത് കേട്ട പത്രോസ് പറഞ്ഞു, എല്ലാവരും നിങ്കൽ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറകയില്ല എന്ന്. എന്നാൽ ആ രാത്രി തന്നെ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, 1 അല്ല 3 പ്രാവശ്യം. മഹാപുരോഹിതൻ്റെ നടുമുറ്റത്ത് തീ കാഞ്ഞുകൊണ്ടിരുന്ന ഈ പത്രോസിനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന വേലക്കാരി ചോദിച്ചു, നീയും ആ ഗലീലക്കാരൻ്റെ കൂടെ ഉള്ളവൻ ആണല്ലോ? പത്രോസ് പറഞ്ഞു, ഞാൻ ഒരു നാളും അവനെ അറിയുന്നില്ല എന്ന്. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂകി. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞ കാര്യം ഓർത്തു, ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്ന്. പത്രോസ് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു എന്നാണ് വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണത്തിനും കബറടക്കത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ശിഷ്യന്മാർ ആകെ ആകുലചിത്തരായി. ഇനി എന്ത് ചെയ്യും? യേശു തങ്ങളോട് കൂടെ ഇല്ലല്ലോ. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുകയാണ്. മറ്റ് ശിഷ്യന്മാരും പത്രോസിനെ പിന്തുടർന്നു. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പ്രഭാതമാകാറായപ്പോൾ അവർ യേശുവിനെ കടൽക്കരയിൽ കണ്ടു. തുടർന്നുള്ള കാര്യമാണ് ഇന്നത്തെ വചനഭാഗത്തിൽ നാം പഠിക്കുന്നത്. യേശു അവർക്ക് കനലിൽ ചുട്ട അപ്പവും മീനുമെല്ലാം കൊടുത്തതെല്ലാം നാം കഴിഞ്ഞ ഞായറാഴ്ചകളിൽ പഠിച്ചിരുന്നു. തുടർന്ന് വായിക്കുന്നു, വേഴ്സ് 15 ഓൺവേഴ്സ്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. രണ്ടാമതും പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ പത്രോസിനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ത്രീഫോൾഡ് ചാർജാണ് യേശു പത്രോസിന് കൊടുക്കുന്നത്. 3 ഇൻ്റർകണക്റ്റഡ് ലെവൽസ് ഓഫ് മിനിസ്ട്രി. ഇവിടെ ആടുകൾ എന്നത് മനുഷ്യരാണ്.
എങ്ങനെയാണ് മനുഷ്യരെ പരിപാലിക്കേണ്ടത്? ദൈവരാജ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ എങ്ങനെയാണ് ഈ ജനത്തെ പരിപാലിക്കേണ്ടത്? വേഴ്സ് 18. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. യേശുവിനോട് സ്നേഹമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് യേശു പത്രോസിനോട് ചോദിച്ചപ്പോൾ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രേമുണ്ട്, അത് നീ അറിയുന്നുവല്ലോ. 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ അവൻ ദുഃഖിച്ചു. അവൻ്റെ സ്നേഹം ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വിശദമാക്കേണ്ടത്? അവനെ തള്ളിപ്പറഞ്ഞതൊക്കെയും പത്രോസ് ഓർക്കുകയാണ്. അവൻ ഹൃദയം നുറുങ്ങപ്പെട്ടവനായി, മനസ്താപമുള്ളവനായി മാറി. അവൻ തന്നെത്താൻ താഴ്ത്തുകയാണ്, ഹമ്പിളാകുകയാണ്. അവൻ്റെ ആ ഹ്യൂമിലിറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. അങ്ങനെയുള്ള ഒരു മനോഭാവമാണ് മിനിസ്ട്രിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അത് പത്രോസിന് യേശുക്രിസ്തുവിൻ്റെ ഈ സംഭാഷണത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലൂടെ സാധ്യമായി. തള്ളിപ്പറഞ്ഞവനെ തള്ളിക്കളയാതെ തേടിയെത്തിയ ആ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പത്രോസിന് പിടിച്ചു നിൽക്കുവാനായില്ല. അവൻ ഹൃദയം നുറുങ്ങപ്പെട്ടവനായി മാറി, ബ്രോക്കൺ ഹാർട്ടഡ്. മുഴുവനും യേശുവിന് സമർപ്പിക്കുന്ന, സറണ്ടർ ചെയ്യുന്ന, കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് ഈ വേഴ്സ് 18 നാം വായിച്ചത്. മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് യേശു സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് യേശു അവനോട് പറഞ്ഞു. യേശുവിന് വേണ്ടി എന്തും ചെയ്യുവാൻ ആ ഒരവസ്ഥയിൽ ഒരു വ്യക്തി സന്നദ്ധനാകും. കാരണം ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ആ യേശു എത്രമാത്രമാണ് ഇവരെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ സകലവും സമർപ്പിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എന്ത് തന്നെ വന്നാലും, അവനോടുകൂടെ മരിക്കേണ്ടി വന്നാലും ആ മരണം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സ്വയം വിധേയപ്പെട്ട് ഹമ്പിളായി മാറുകയാണ് ഒരു വ്യക്തി ചെയ്യുന്നത്. ഒരു ശുശ്രൂഷകൻ അങ്ങനെയായി മാറും. ഈ വചനഭാഗത്തെ തീം അതുതന്നെയാണ്, വോക്ക് വിത്ത് ക്രൈസ്റ്റ് ഇൻ ലവിങ് ഇൻറ്റിമസി. ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൽ ചേർന്ന് നടക്കുക. വോക്ക് വിത്ത് ക്രൈസ്റ്റ് ഇൻ ലവിങ് ഇൻറ്റിമസി. ദൈവജനത്തെ നയിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട അതിപ്രധാന ഗുണങ്ങൾ ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ദൈവം ഒരു ശുശ്രൂഷകനിൽ, ഒരു പാസ്റ്ററിൽ, ഒരു പുരോഹിതനിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്? മനസ്താപമുള്ള ഹൃദയവും താഴ്മയും. God needs a person who is broken in his heart, allowing for a deeper level of surrender. അതുതന്നെയാണ് വേഴ്സ് 18 നാം വായിച്ചത്. അവിടെ യേശു പത്രോസിനോട് പറയുന്നു, I tell you the truth, when you were younger, you dressed yourself and went where you wanted. But when you are old, you will stretch out your hands
and someone else will dress you and lead you where you do not want to go. Jesus said this to indicate the kind of death by which Peter would glorify God. യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ സകലതും ദൈവമഹത്വത്തിനായി ഒരു ശുശ്രൂഷകൻ സറണ്ടർ ചെയ്യും. അവർ മരണത്തോളം വിനയമുള്ളവരായിരിക്കും, അനുസരണമുള്ളവരായിരിക്കും. അവർ യാതൊരു അധികാരവും പ്രയോഗിക്കില്ല. അവർ സേവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സ്നേഹിക്കുക, സേവിക്കുക. യെശയ്യാവിൻ്റെ പ്രവചനം 57-ാം അധ്യായം 15-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു: ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായവൻ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെയും വസിക്കുന്നു. ഇവിടെ ജീസസ് ഡസ് നോട്ട് സീക്ക് പെർഫെക്ഷൻ ഇൻ ഹിസ് മിനിസ്റ്റേഴ്സ്, ബട്ട് റാദർ എ റിസ്റ്റോർഡ്, ഹംബിൾ ആൻഡ് കൺട്രൈറ്റ് ഹാർട്ട്. ഒരു ലീഡറിന്, ഒരു ശുശ്രൂഷകന്, ഒരു പുരോഹിതന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണിത്. ഐ റിപ്പീറ്റ്, ജീസസ് ഡസ് നോട്ട് സീക്ക് പെർഫെക്ഷൻ ഇൻ ഹിസ് മിനിസ്റ്റേഴ്സ്, ബട്ട് റാദർ എ റിസ്റ്റോർഡ്, ഹംബിൾ ആൻഡ് കൺട്രൈറ്റ് ഹാർട്ട്. എന്ത് ഡ്രോബാക്സ് ഉണ്ടായാലും, എന്ത് പോരായ്മകൾ ഉണ്ടായാലും, കഴിവുകേടുകൾ ഉണ്ടായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. യേശുവിനോടൊപ്പം നാം ഇൻറ്റിമേറ്റ് ലവ് അല്ലെങ്കിൽ ലവിങ് ഇൻറ്റിമസിയിൽ ആയിരിക്കുമ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ദൈവ ശുശ്രൂഷ ചെയ്യുന്നതിൽ, ജനത്തെ ശുശ്രൂഷിക്കുന്നതിൽ, ജനത്തെ നയിക്കുന്നതിൽ ഇതൊന്നും പ്രശ്നമല്ല. ജനത്തെ നയിക്കുവാൻ വേണ്ടത് ക്രിസ്തുവിനോടൊപ്പം സ്നേഹത്തിൽ ഉള്ള ചേർന്നുള്ള നടപ്പാണ്. യേശുവിനോടുള്ള പത്രോസിൻ്റെ ആ സ്നേഹം യേശുവിന് നല്ലവണ്ണം അറിയാം. തന്നെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു എങ്കിലും പത്രോസിൻ്റെ ഉള്ളിലെ ആ സ്നേഹം പുറത്തു കൊണ്ടുവരുവാൻ, അത് പത്രോസിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാൻ യേശു ശ്രമിക്കുകയാണ്. യേശുവിനെ തള്ളിപ്പറഞ്ഞത് മൂലം പത്രോസിനുണ്ടായ ആ ലജ്ജ, അത് മാറ്റുവാൻ യേശു ശ്രമിക്കുകയാണ്. യേശു 3 പ്രാവശ്യം പത്രോസിനോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സൈമൺ സൺ ഓഫ് ജോൺ, do you truly love me more than these? Yes, Lord, he said, you know that I love you. Jesus said, feed my lambs. നീ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഏറ്റവും പ്രയാസമുള്ള പണിയാണ് യേശു പത്രോസിന് കൊടുത്തത്. ഇവിടെ ആടുകൾ എന്നത് ജനമാണ്, അതിലെ കുഞ്ഞാടുകൾ എന്നുള്ളത് കുട്ടികളാണ്. ആ കുട്ടികളെ മേയ്ക്കുക, പരിപാലിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് ഒരു തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവില്ല. അവരെ പലതും പഠിപ്പിക്കേണ്ടതായുണ്ട്. അവരുടെ ജീവിതത്തിൽ വെളിയിൽ നിന്ന് പല വെല്ലുവിളികളും
പല ചോദ്യങ്ങളും എല്ലാം നേരിടുന്നവരാണ്. പിയർ പ്രഷർ അനുഭവിക്കുന്നവരാണ്. അവർക്ക് സ്നേഹം പറഞ്ഞു കൊടുക്കണം, മറ്റുള്ളവരുള്ള സഹാനുഭൂതി പറഞ്ഞു കൊടുക്കണം, പല കാര്യങ്ങൾ അവരെ പഠിപ്പിക്കേണ്ടതായുണ്ട്. വളരെ പ്രയാസമുള്ള പണിയാണ്. ആദ്യം യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞത്, നീ അത് ചെയ്യുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. വലിയൊരു ചുമടെടുത്ത് തലയിൽ വെച്ചതുപോലെയാണ് പത്രോസിന് അത് അനുഭവപ്പെട്ടത്. ഓരോ ദൈവ ശുശ്രൂഷകന്മാർക്കും അങ്ങനെയാണ് അത് അനുഭവപ്പെടേണ്ടത്. അതായത് ജനത്തിലെ കുട്ടികളെ പരിപാലിക്കുക, അവരെ നേർവഴിക്ക് നടത്തുക. വളർന്നു വരുന്ന ആ പ്രായത്തിൽ വിശ്വാസം എന്തെന്ന് അവർക്കറിയില്ല. അത് അവരിൽ രൂഢമൂലമാക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കുവാൻ, വെല്ലുവിളികളിൽ എങ്ങനെ നേരിടണം എന്നെല്ലാം പഠിപ്പിക്കുവാൻ വളരെ പ്രയാസമാണ്. ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നവർ, അവർ ഏറ്റെടുത്ത ആ ദൗത്യം പൂർണ്ണമായും സർവാത്മന ചെയ്യേണ്ടതാണ്. ഇത് കുട്ടിക്കളിയല്ല. കുട്ടികളോടുള്ള സമീപനം, അവരെ മേയ്ക്കുക എന്നത് കുട്ടിക്കളിയല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഏറ്റവും ഗൗരവതരമാണ്, ഏറ്റവും വിലയുള്ളതാണ്. Again Jesus said, Simon, son of John, do you truly love me? He answered, Yes, Lord, you know that I love you. Jesus said, Take care of my sheep. എൻ്റെ ആടുകളെ പാലിക്കുക. Tend my sheep. ഈ ആടുകളെ പാലിക്കുക എന്നുള്ളത് ആടുകളും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ, അതായത് ഒരു സമൂഹത്തിലുള്ള ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, മറ്റ് സമൂഹവുമായി അല്ലെങ്കിൽ ലോകവുമായി അവരിടുമ്പോൾ അവിടുന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം സമയാസമയത്ത് പരിഹരിച്ച് വേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് ഓരോരുത്തരെയും കേടുപാടില്ലാതെ സൂക്ഷിക്കേണ്ട, പരിപാലിക്കേണ്ട ചുമതല ഒരു ശുശ്രൂഷകനുണ്ട്, ഒരു മിനിസ്റ്റർക്കുണ്ട്, ഒരു പുരോഹിതനുണ്ട്, ഒരു പാസ്റ്റർക്കുണ്ട്. എന്താണ് ഈ ടെൻഡ് മൈ ഷീപ്പ് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ് മൈ ഷീപ്പ് എന്നുള്ളത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഇപ്പോഴുള്ള സഭാ ശുശ്രൂഷകന്മാരെല്ലാം എത്രമാത്രം അത് ഗൗരവതരമായി എടുക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അവർ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലയോ അത് ആടുകളോട് ചോദിക്കേണ്ടതാണ്. ആടുകൾ എത്രമാത്രം കഷ്ടത അനുഭവിക്കുന്നു, അവരുടെ കഷ്ടതയിൽ അവരെ സഹായിക്കുവാൻ ഇടയന്മാർ അവിടെ പ്രസൻ്റ് ആണോ, അവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ്. എസെക്കിയേൽ ചാപ്റ്റർ 34 ഒരു ഇടയൻ ചെയ്യേണ്ടത് ടെൻഡിങ് ഷീപ്പ്. ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കും. ഇവിടെ ആടുകൾ ജനവുമായിട്ടുള്ള അനാലജിയാണ് കാണുന്നത്. അതായത് ചിതറിപ്പോയവരെ ശേഖരിക്കുക,
കാണാതെ പോയതിനെ തേടി പോകുക. ഒരാളെ കണ്ടില്ല എങ്കിൽ അവർ എവിടെ പോയി, അവർക്കെന്തു പറ്റി എന്നന്വേഷിക്കണം. കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്നും അവയെ വിടുവിക്കണം. ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്നും പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്നു. അവരെ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും. യേശു എന്ന നല്ല ഇടയൻ എന്താണ് ചെയ്യുന്നത് എന്നാണ് നാം ഇവിടെ കാണുന്നത്. ആ നല്ല ഇടയനെ പോലെ ആയിരിക്കണം ഒരു ദൈവശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ, ഒരു ഇടയൻ. നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയിക്കും. ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും. അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും. ഇതെല്ലാം മനുഷ്യരുമായി കമ്പയർ ചെയ്ത് ഒരു ഇടയൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയൻ ഇന്ന് തങ്ങളുടെ സഭകളിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇടയൻ ചെയ്യേണ്ടത്, എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും. ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും. ഞാൻ ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു. നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിൻ്റെ ശേഷിപ്പിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽകൊണ്ട് കലക്കിക്കളയുകയും കളയുന്നതും നിങ്ങൾക്ക് പോരായോ? നിങ്ങൾ കാൽകൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽകൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും. ഒരു കോൺഗ്രിഗേഷനിൽ ശക്തന്മാരായവർ അല്ലെങ്കിൽ പ്രമാണിമാരായവർ ബലഹീനരായവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ കണ്ടില്ലപ്പെട്ട് ഇരിക്കരുത്, ഇടപെടണം. ടെൻഡിങ് എ ഷീപ്പ് എന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഈ പാസ്റ്ററൽ കെയർ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും കേട്ടില്ലേ, ആ ഭവനത്തിൽ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതുവഴി എങ്ങും പോയിട്ടില്ല, ആരും എന്നോട് പറഞ്ഞില്ല. ആരെങ്കിലും പറയണോ? എങ്ങനെയാണ് ഇടയൻ ആടുകൾക്കും മധ്യേ പ്രവർത്തിക്കേണ്ടത്? ഒരു സമൂഹത്തിലെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആ സമൂഹത്തിൽ തന്നെയുള്ള തൻ്റെ കൈക്കീഴിലുള്ള ആടുകൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടെ സർവാത്മന ഇടപെടണം. അതാണ് ഒരു ഇടയൻ ചെയ്യേണ്ടത്. അല്ല എങ്കിൽ അത് ഇടയനല്ല. ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും. ആടുകളും തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു അനാലജി ഇവിടെ കൊടുത്തിരിക്കുമ്പോൾ എന്താണ് അതൊരു കോൺഗ്രിഗേഷനിൽ അതെങ്ങനെയാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവർ ഇനി ജാതികൾക്ക് കവർച്ചയായി തീരുകയില്ല, കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല, അവർ നിർഭയമായി വസിക്കും.
ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല. ഞാൻ അവർക്ക് കീർത്തിയുള്ള ഒരു നടുതല വെച്ചുണ്ടാക്കും. അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല. ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല. മറ്റുള്ള ആൾക്കാരുമായി അല്ലെങ്കിൽ സഭയുടെ പുറത്ത് ഈ ലോകവുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിക്കേണ്ടതും ഇതിലെല്ലാം ഇടപെടേണ്ടതും ഒരു ഇടയൻ്റെ, ഒരു സഭാ ശുശ്രൂഷകൻ്റെ ചുമതലയാണ്. അതാണ് പത്രോസിനെ യേശുക്രിസ്തു ഏൽപ്പിച്ചത്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ടേക്ക് കെയർ ഓഫ് മൈ ഷീപ്പ്. The third time he said to him, Simon, son of John, do you love me? Peter was hurt because Jesus asked him the third time, do you love me? He said, Lord, you know all things. You know that I love you. Jesus said, feed my sheep. ഒടുവിൽ പറഞ്ഞതാണ് feed my sheep. ആദ്യം പറഞ്ഞു ഫീഡ് മൈ ലാംസ്, പിന്നെ പറഞ്ഞു ടെൻ മൈ ഷീപ്പ്, പിന്നെ പറഞ്ഞു ഫീഡ് മൈ ഷീപ്പ്. ഇവിടെ സഭാ ശുശ്രൂഷകൻ അഥവാ പാസ്റ്റർമാർ അഥവാ പുരോഹിതന്മാർ ചെയ്യേണ്ടത് ദൈവവചനത്തിൽ നിന്നും അവരെ പഠിപ്പിക്കുക, ഫീഡ് ചെയ്യുക. ദൈവാഭിമുഖ്യത്തിൽ വളരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പറഞ്ഞു കൊടുക്കുക, തിരുവചന സത്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക, ശരിയായിട്ടുള്ള പഠനം സാധ്യമാക്കുക, തിരുവചനം പഠിപ്പിക്കുക, തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ, പ്രമാണങ്ങൾ, ദൈവരാജ്യത്തെപ്പറ്റി, കർത്താവിൻ്റെ വരവിനെപ്പറ്റി, ദൈവരാജ്യത്തിലെ വാസത്തെപ്പറ്റി ഇതെല്ലാം സംസാരിക്കുക, പഠിപ്പിക്കുക, തിരുവചനം അടിസ്ഥാനപ്പെടുത്തി പ്രത്യാശ കൊടുക്കുക. എങ്ങനെയാണ് ജനങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്? അവർ തിരുവചനം പഠിക്കുമ്പോഴാണ്, അത് വായിക്കുമ്പോഴാണ് അവർക്ക് പ്രത്യാശ ഉണ്ടാകുന്നത്. മനസ്സിലാകാത്ത സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഫീഡ് മൈ ഷീപ്പ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ വചനഭാഗം നാം ഇന്ന് പഠിക്കുമ്പോൾ ഇത് പത്രോസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യുവാൻ യേശു പറഞ്ഞു എന്നത് മാത്രമല്ല, അതിലും ഉപരി ഒരു ശുശ്രൂഷകനെ, ദൈവ ശുശ്രൂഷകനെ, ഒരു സഭാ ശുശ്രൂഷകനെ, ഒരു പാസ്റ്ററിനെ, ഒരു പുരോഹിതനെ, ഒരു ലീഡറിനെ എങ്ങനെയാണ് അവർ ജനത്തോട് ഇടപെടേണ്ടത്, ജനത്തെ നയിക്കേണ്ടത്, പാസ്റ്ററൽ കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കുട്ടികളോട് എങ്ങനെയായിരിക്കണം, അതുപോലെ സഭയിലെ ജനങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടണം, അവരെ പ്രത്യാശയിൽ വളർത്തുവാൻ, നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് അവർക്ക് ആ ഇടയ ശുശ്രൂഷ ചെയ്യേണ്ടത് ഓരോ ഇടയൻ്റെയും ധർമ്മമാണ്. അതൊന്നുകൂടെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ ഈ വചന പഠനം നമ്മെ സഹായിക്കണം. ഈ ജനം ദൈവത്തിൻ്റേതാണ്. അവർ അവൻ്റെ ആടുകളാണ്. അവരെ ശുശ്രൂഷിക്കുന്നത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാണ്. ശുശ്രൂഷകരായ ഞങ്ങളെ ദൈവമേ അതിനായി ബലപ്പെടുത്തണമേ. അവിടുന്ന് ഞങ്ങളുടെ സ്നേഹിതനാണ്, രക്ഷകനാണ്, ഞങ്ങളുടെ ഉടയവനാണ്. നമുക്ക് പാടാം. ഓ ജീസസ്, ഐ ഹാവ് പ്രോമിസ്ഡ് to serve thee to the end. Oh Jesus, I have promised to serve thee to the
will be my God. Oh, let me feel thee near me. The world is ever near. I see the sights that dazzle, the tempting sounds I hear. My foes are ever near me, around me and within. But Jesus, draw thou nearer and shield my soul from sin. Oh, let me hear thee speaking in accents clear and still, above the storms of passion, the murmurs of self-will. Oh, speak to reassure me, to hasten or control. Oh, speak and make me listen, thou guardian of my soul. Oh, Jesus, thou hast promised to all who follow thee, that where thou art in glory, there shall thy servant be. And Jesus, I have promised to serve thee to the end. Oh, give me grace to follow my Master and my friend. Oh, let me see thy footmarks and in them plant my own. My hope to follow newly is in thy strength alone. Oh, guide me, call me, draw me, uphold